നമസ്കാരം, ഞാൻ ഹേമന്ത് പുല്ലേനിക്കാട്. ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നും അതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചുമാണ്. തുടക്കത്തിൽ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണോ ഓരോ വ്യക്തിയുടെയും ഇൻകം അത് സ്വന്തമായി വിലയിരുത്തി ആ ഇൻകം ഡീറ്റെയിലുകൾ ഗവൺമെന്റിന് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ടാക്സ് പേ ചെയ്തോളണം എന്നില്ല. ഇൻകം ടാക്സ് റിട്ടേണിന്റെ നിയമവശങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഇൻകം നിങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക എന്ന് മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേണിലൂടെ ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഓൺലൈനായി കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റ് യൂസ് ചെയ്താണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്ത ആളുകൾ. ഓരോ വ്യക്തിയുടെയും വയസ്സിനെ ആശ്രയിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവർ 60 വയസ്സിന് താഴെയാണ് എങ്കിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർ മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ പ്രായമെങ്കിൽ 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രായം 80 വയസ്സിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ടാക്സ് പേയ്മെന്റ് അല്ല, ഇൻകമിന്റെ ഡീറ്റെയിലുകൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമാണ്. അടുത്തതായി ആരൊക്കെയാണ് നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. 2 തലത്തിലുള്ള ആൾക്കാരാണ് നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, വരുമാനമുണ്ടെങ്കിലും വരുമാനമില്ലെങ്കിലും. ഒന്നാമത്തെ തലത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമോ നിർബന്ധമായും ഇറസ്പെക്റ്റീവ് ഓഫ് അവരുടെ വരുമാനം അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. രണ്ടാമത്തെ തലത്തിൽ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള റൂളുകൾ പ്രകാരം വരുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ടാമത്തെ തലത്തിൽ തന്നെ 4 ഡിവിഷനുകളാണുള്ളത്. 1 ഇവരുടെ ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ച്, 2 ഇവരുടെ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച്, 3 ഇവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസിനെ സംബന്ധിച്ച്, 4 ഇവരുടെ വരുമാനത്തിൽ നിന്നും വരുമാനം കൊടുക്കുന്ന ആൾ കട്ട് ചെയ്ത ടാക്സിന്റെ അളവിനെ സംബന്ധിച്ച്. ആദ്യത്തെ കാര്യം ഡെപ്പോസിറ്റിനെ സംബന്ധിച്ച്, ഒരു വ്യക്തി അയാളുടെ കറണ്ട് അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടുകളിലോ ഒരു സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ 50 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിർബന്ധമായും ഡെപ്പോസിറ്റിന്റെ അളവിനെ ആശ്രയിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ അവരുടെ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച്, ഒരു വ്യക്തി അദ്ദേഹത്തിന് സ്വന്തമായോ വേറെ ഏതെങ്കിലും വ്യക്തികൾക്കോ ഫോറിൻ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഇലക്ട്രിസിറ്റി ബിൽ ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻഡിച്ചറിന്റെ വിഭാഗത്തിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 3 ഒരു വ്യക്തി ബിസിനസ് ആണ് ചെയ്യുന്നത്, ആ ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ മൊത്തം കിട്ടിയ സെയിൽസ് 60 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ല അവരൊരു പ്രൊഫഷണൽ ആണ്, ഒരു മെഡിക്കൽ പ്രൊഫഷണലോ സോഫ്റ്റ്വെയർ പ്രൊഫഷണലോ IT പ്രൊഫഷണലോ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ പോലുള്ള പ്രൊഫഷണലോ ആണ്, ഇതേപോലുള്ള പ്രൊഫഷണൽ വ്യക്തികൾ ഒരു വർഷത്തിൽ അവരുടെ ഗ്രോസ് റെസീറ്റ്സ് 10 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അവരുടെ ടേൺ ഓവറിനെ സംബന്ധിച്ച് സെയിൽസിനെ സംബന്ധിച്ച് അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. 4-ാമത്തെ അവരുടെ ടാക്സ് കട്ട് ചെയ്തതിനെ ആശ്രയിച്ച്, അതായത് 60 വയസ്സിൽ കുറവാണ് അവരുടെ പ്രായമെങ്കിൽ അവരുടെ വരുമാനത്തിൽ നിന്ന് കട്ട് ചെയ്ത ടാക്സ് 25,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പ്രായത്തിൽ അവരുടെ വരുമാനത്തിൽ നിന്ന് കട്ട് ചെയ്ത ടാക്സ് 50,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിലും ആരൊക്കെയാണ് അവന് കിട്ടുന്ന സ്വന്തം ബെനിഫിറ്റുകൾക്ക് വേണ്ടി ഫയൽ ചെയ്യേണ്ട ആളുകൾ. 1 നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് റീഫണ്ട് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ വരുമാനം ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടൂ. 2 നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലോസ് ഉണ്ടായി. ഈ ലോസ് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ഇൻകത്തിൽ നിന്ന് ലോസ് കുറച്ച് ബാക്കി ഇൻകത്തിന് മാത്രം ടാക്സ് അടയ്ക്കുന്ന സെറ്റ് ഓഫ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ലോസ് ഉണ്ടായ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലേ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. 3
നിങ്ങൾക്ക് വിസ പ്രൊസീജിയർ പെട്ടെന്ന് എളുപ്പമാക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ലോൺ പ്രൊസീജിയർ എളുപ്പമാക്കണമെന്നുണ്ടെങ്കിലോ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നിങ്ങളുടെ ഇൻകത്തിന്റെ പ്രൂഫായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം. 4, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ അസറ്റിൽ നിന്നോ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നോ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻവെസ്റ്റ്മെന്റിലോ ഇന്ത്യക്ക് പുറത്തുള്ള അസറ്റിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ 4 വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനല്ലെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ ബെനിഫിറ്റുകൾ അവൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ അടുത്ത സെക്ഷൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായുള്ള വ്യക്തി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വരുമാനത്തെ കുറിച്ച് നമ്മൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും വളരെ എളുപ്പത്തിൽ ഈ സാമ്പത്തിക വർഷങ്ങളിൽ കിട്ടുന്നുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട വ്യക്തി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, ചുരുങ്ങിയത് 5000 രൂപ മുതൽക്ക് എത്ര രൂപയാണോ അദ്ദേഹം ടാക്സ് വെട്ടിപ്പ് അല്ലെങ്കിൽ ടാക്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റുവരുത്തിയത് അതിന്റെ 200% രൂപ വരെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി എന്ന് വരാം. ഇത് നിങ്ങൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റിനും നിങ്ങൾ കൊടുക്കേണ്ട ലേറ്റ് ഫീസിനും പുറമെയാണ് ഈ വരുന്ന ടാക്സിന്റെ ഇവേഷന്റെ പെനാൽറ്റി വരുന്നത്. ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇൻകം ടാക്സിൽ 2 ഡ്യൂ ഡേറ്റുകളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഓഡിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31 ഒക്ടോബറിനും നിങ്ങളുടെ ബുക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഓഡിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനല്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് 31 ജൂലൈനുമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേണിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വരുന്ന വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ആൾക്കാർക്കുള്ളത് എന്താണ് ഓൾഡ് സ്കീം, എന്താണ് ന്യൂ സ്കീം, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്, ബാങ്കിൽ എത്ര ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച്, അതേപോലെ ഏതൊക്കെ വരുമാനങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ള ഇൻഫോർമേഷനെ കുറിച്ചായിരിക്കും അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.